എന്റെ മരുമോളെ കുറിച്ച് നീ ഇത്രയേറെ ചിന്തിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ എന്റെ മനസ്സ് നിറഞ്ഞടാ മോനെ. ഇത് ശരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസാ. വല്യേട്ടോ, ഒന്ന് പല്ല് തേക്കണമെങ്കിൽ പോലും ഏട്ടൻ വല്യമ്മയോട് സമ്മതം ചോദിക്കാറുള്ളതല്ലേ? എന്നിട്ട് ഇത്രയും വലിയൊരു കാര്യം ഞങ്ങളെ ആരും അറിയിക്കാതെ ഏട്ടൻ എപ്പോഴാ ചെയ്തേ? ഇതിന്നലെ പെട്ടെന്ന് എനിക്ക് തോന്നിയതാടാ. അപ്പൊ തന്നെ ആകാശ് ജ്വല്ലറി വിളിച്ച് പറയുകയും ചെയ്തു. ഓ, വല്യമ്മ പോലും അറിയാണ്ട് ഏട്ടൻ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയല്ലേ? മോം, മോമിന്റെ കൈയോട് തന്നെ ഇത് മേഘനയ്ക്ക് കൊടുക്ക. അത് അവൾക്ക് ഒരുപാട് സന്തോഷമാവും. താങ്ക് യു മേഘനെ. നീ എന്റെ അഭിമാനം കാത്തവളാ, ഈ കുടുംബത്തിന്റെ അന്തസ്സ് രക്ഷിച്ചവളാ. ഇതതിന്റെ പ്രതിഫലമായിട്ടൊന്നും കൂട്ടണ്ട. ഇതൊന്നിനും പകരാവില്ല. സത്യം പറഞ്ഞ നീ ചെയ്ത സഹായത്തിന് ഇവിടെയുള്ളത് മുഴുവൻ തന്നാലും മതിയാവില്ല. പിന്നെ ഈ സമ്മാനം ഇതെന്റെ സന്തോഷത്തിന് വേണ്ടി തരുന്നതാ. നിനക്കിഷ്ടപ്പെട്ടോ? നല്ല ഭംഗിയുണ്ട്. ഇത് ഏട്ടന്റെ മനസ്സാ, അതുകൊണ്ട് തന്നെ വിലമതിക്കാനാവാത്തതുമാണ്. ഇതിലൂടെ മിഥുനേട്ടന്റെ സ്നേഹം ഞാൻ കാണുന്നത്. എല്ലാ വർഷവും അക്ഷയ തൃതീയയ്ക്ക് നിന്റെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇപ്രാവശ്യം ഈ വീട്ടിൽ നീ ചെയ്യണം. അത് മാത്രമല്ല, നിനക്കെപ്പോ എന്ത് വേണമെന്ന് തോന്നിയാലും ധൈര്യമായിട്ട് അത് എന്നോട് നിനക്ക് ചോദിക്കാം. അച്യുതൻ നായരുടെ കൊച്ചുമോളെ അതേപടി നോക്കേണ്ട ചുമതല ഇപ്പൊ എന്റെ ചുമതല. നീ എന്താ എന്നിങ്ങനെ നോക്കുന്നേ? എന്റെ ചുമതല ഏറ്റെടുത്ത ആളെ ഒന്ന് നോക്കിയതാ, കൊതിതീരെ കണ്ടോട്ടെ. അരുണിമേച്ചി, എന്താ പ്രേമതേ? മിഥുന്റെ മാറ്റം ശ്രദ്ധിച്ചു കാണുമല്ലോ. ഇതൊരു ചെറിയ മാറ്റമായി കണ്ട് നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റില്ല. അതീവ ഗുരുതരമായ മാറ്റങ്ങൾ അവന്റെ ഓരോ നീക്കത്തിലും. ചേച്ചിയുടെ സമ്മതമില്ലാതെ ഇന്നുവരെ അവൻ ഒരു ചുവട് പോലും മുന്നോട്ട് വെച്ചിട്ടില്ല. എന്നിട്ടിപ്പോ ഒരു സ്വർണ്ണ നെക്ലേസ് വാങ്ങിച്ചെന്ന് മാത്രമല്ല, ചേച്ചിക്ക് തരാണ്ടത് അവൾക്ക് പ്രസന്റ് ചെയ്തു. ഗോൾഡ് നെക്ലസ് ഏട്ടൻ ബുക്ക് ചെയ്തെന്ന് അറിഞ്ഞപ്പോ അത് മമ്മിക്കായിരിക്കുന്ന ഞാൻ കരുതി. ആ മേഘനയ്ക്ക് കൊടുക്കാനായിരിക്കുന്ന ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. സാരമില്ല, അതിനിപ്പോ എന്താ പറ്റിയ? എന്താ പറ്റിയെന്ന് അത്ര നിസ്സാരമായിട്ട് ചോദിച്ചെന്താ ചേച്ചി? മിഥുൻ അമ്മയോടുള്ള വില കുറയുന്നതാണോ അതോ അവളോടുള്ള സ്നേഹം കൂടുന്നതാണോ എന്ന് നമുക്കൊന്ന് അറിയണ്ടേ ചേച്ചി?
കുറച്ചു നാൾ കഴിഞ്ഞ് ഇവിടുന്ന് ഓടിച്ചു വിടേണ്ട സാധനത്തിന്റെ പേര് ചേച്ചി ഇങ്ങനെ കുറച്ച് കാണുന്ന എനിക്ക് സഹിക്കുന്നില്ല. മിഥുന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ചേച്ചി. അവൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച മഞ്ജരി തൊട്ടടുത്ത് നിൽക്കുമ്പോ വെറും താലിയും കെട്ടി കയറ്റിക്കൊണ്ടു വന്നതിന് ഇത്ര വില കൊടുക്കുന്ന എന്തിനാണാവോ? ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കൂ ചേച്ചി? ഈ 13 മാസങ്ങൾ കഴിഞ്ഞതും ഇവിടുന്ന് ഓടിച്ചു വിടേണ്ട ഒരു പീറ പെണ്ണാണ് അവളെന്നും അവൻ ഓർമ്മയുണ്ടോന്നൊന്ന് ചോദിച്ചു നോക്ക്. പോട്ട് അതൊക്കെ പിന്നത്തെ കാര്യമാണെന്ന് വെക്കാം. പക്ഷെ ആ പീറ പെണ്ണിന് വേണ്ടി ചേച്ചിയോട് ഇങ്ങനെ അനാദരവ് കാണിക്കുന്ന എനിക്ക് തീരെ സഹിക്കാൻ പറ്റാത്തത്. ഞാനും അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് പ്രിയമതെ. നോക്കാം ഈ മാറ്റം എത്ര ദൂരം വരെ പോകുമെന്നും ഇനി ഏതൊക്കെ വഴിത്തിരിവുകൾ സ്വീകരിക്കുമെന്നും. എല്ലാ വർഷവും അക്ഷയ തൃതീയയ്ക്ക് നിന്റെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇപ്രാവശ്യം ഈ വീട്ടിൽ നീ ചെയ്യണം. നിനക്കെപ്പോ എന്ത് വേണമെന്ന് തോന്നിയാലും ധൈര്യമായിട്ട് അത് എന്നോട് നിനക്ക് ചോദിക്കാം. മഞ്ജരി, മിഥുൻ, എന്നെ കാം ഡൗൺ ചെയ്യാനോ കൺവിൻസ് ചെയ്യാനോ ദയവേത് ശ്രമിക്കരുത്. എന്നാ പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ നിനക്ക് പറയട്ടെ? മേഘനയോടുള്ള സ്നേഹം നിറഞ്ഞു തുളുമ്പി നെക്ലസ് വാങ്ങി കൊടുത്തു പോയെന്നാണോ? നീ എന്തിനാ മഞ്ജരി ഇങ്ങനെ വളഞ്ഞു കുത്തി ചിന്തിക്കുന്നേ? ദേ നോക്ക് മിഥുൻ, നീ എന്തെങ്കിലും വാങ്ങിച്ച ഒന്നുകിൽ അത് ആന്റിക്ക് ആയിരിക്കണം, അല്ലെങ്കിൽ അത് എനിക്ക് വേണ്ടിയായിരിക്കണം. അതിനിടയ്ക്ക് ആ മേഘനയ്ക്കെതിരെ വാങ്ങിച്ചു കൊടുത്തു. മേഘനയുടെ കഴുത്തിൽ നീ താലി കെട്ടിയിട്ടുണ്ടെങ്കിലും അവളെ നീ നിന്റെ റൂമിൽ പൊറുപ്പിക്കുന്നുണ്ടെങ്കിലും എന്നും അവളെ നിന്റെ ഡമ്മി ഭാര്യ മാത്രമാണ്. ഈ ജന്മത്ത് അവൾക്കൊരിക്കലും നിന്റെ റിയൽ വൈഫ് ആവാൻ സാധിക്കില്ല. അത് നിന്റെ ഓരോ നീക്കത്തിൽ ഓർമ്മയിലുണ്ടാവണം മിഥുൻ. മഞ്ജരി, നീ എനിക്ക് പറയാനുള്ളത് കേൾക്ക്. മേഘന എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് നിനക്കും അറിയാലോ. മേഘനയാണ് എന്നെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. ഇത്രയൊക്കെ ചെയ്ത പാവം മേഘനയോട് നന്ദി സൂചകമായി എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചു. അതിന്റെ പേരിൽ ഇത്രയും വലിയൊരു യുദ്ധം വേണോ മഞ്ജരി? ഓഹോ, അവള് ചെയ്തത് മാത്രം നിന്റെ കണ്ണിൽ കാണുന്നുള്ളൂ അല്ലേ? അപ്പൊ ഞാൻ ചെയ്തതൊക്കെ എന്തായി? അതൊന്നും നിന്റെ മനസ്സിൽ പോലും ഇല്ലല്ലോടാ. നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഞാൻ തന്നെയാ മേഘനയെ കല്യാണം കഴിക്കാൻ നിന്നോട് പറഞ്ഞത്. നിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നിന്നെ കൊണ്ടുപോയി ഞാൻ വേറൊരു പെണ്ണിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ലോകത്ത് ഏത് പെണ്ണ ഇത്ര വലിയൊരു ത്യാഗം ചെയ്യാം? ഐ നോ മഞ്ജരി, ഒരാൾക്കും ചെയ്യാൻ കഴിയാത്ത വലിയ ത്യാഗം നീ ചെയ്തത് അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ചിന്തിച്ച ഒരു വശത്ത് ഞാൻ മേഘനയെ ചതിക്കുകയും ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത്. അവളുടെ ജീവിതം വെച്ച് അമ്മാനം ആടിക്കളിക്കുക. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ അവളെ ഞാൻ ഉപേക്ഷിക്കാൻ പോവാ. ആ കുറ്റബോധത്തിൽ ഓരോ നിമിഷവും ഞാൻ നീറി നീറി പുകഞ്ഞോണ്ടിരിക്കുക. ഓ, അതുകൊണ്ടായിരിക്കും അച്യുത നായരെ പോലെ കൊച്ചുമോളുടെ ചുമതലയെല്ലാം ചുമലിലേറ്റ് വെക്കാന്ന് അവൾക്ക് അത്രയും വലിയ വാക്കുകൊടുത്തത്. നീ അത് സമാധാനമായിട്ടൊന്ന് ആലോചിച്ച് നോക്ക് മഞ്ജരി. അവള് പോലും അറിയാതെ അവളുടെ മുഴുവൻ ജീവിതം എനിക്ക് വേണ്ടി ഹോമിച്ചുകൊണ്ടിരിക്കുക. ഭാവിയിൽ കാത്തിരിക്കുന്ന ക്രൂരത അറിയാത്ത പാവം പെണ്ണ്. അവളോട് എനിക്ക് അത്രയേറെ സഹതാപമാണ് മഞ്ജരി. അതുകൊണ്ടാ അവളിവിടെ നിൽക്കുന്ന അത്രയും കാലമെങ്കിലും അവളെ വേദനിപ്പിക്കാതെ കൊണ്ടു നടക്കാൻ ശ്രമിക്കുന്നത്. അത്രയേ ഉള്ളൂ. ദയവ് ചെയ്ത് നീയെങ്കിലും എന്നൊന്നും മനസ്സിലാക്കും മഞ്ജരി. ഭാവിയിൽ മിഥുൻ നിന്റെ കഴുത്തിൽ ഒരു താലി ചാർത്തണെങ്കിലും അരുണിമയ്ക്ക് നിന്നെ ആ വീട്ടിലെ മരുമകളായിട്ട് സ്വീകരിക്കാൻ മനസ്സ് തോന്നണെങ്കിലും അവരുടെ സമ്മതം മാത്രം മതിയാവില്ല. ലീഗലായിട്ട് എന്തെങ്കിലും ഒരു പ്രൂഫ് കരുതണം.
മഞ്ജരി, നീ എന്താ ആലോചിക്കുന്നേ? നിനക്ക് ഞാൻ പറഞ്ഞൊന്നും മനസ്സിലാവുന്നില്ലേ? അതല്ലടാ, അവൾക്ക് നീ സ്വർണമാല വാങ്ങിച്ചു കൊടുക്കാനും മാത്രമായെങ്കിൽ നിന്റെ മനസ്സിൽ അവൾക്ക് വേറെ ഉറച്ചൊരു സ്ഥാനം കിട്ടിക്കാണുമെന്ന് എന്റെ മനസ്സൊന്ന് പതറിപ്പോയടാ. അങ്ങനെയൊന്നുമില്ല മഞ്ജരി. എനിക്ക് നിന്റെ മനസ്സ് നന്നായി അറിയടാ. നിനക്ക് എന്നെ അല്ലാതെ ഈ ലോകത്ത് മറ്റാരെയും പ്രണയിക്കാനാവില്ല. ഇതൊക്കെ എന്റെ ഫ്രസ്ട്രേഷൻ ആണെന്ന് കരുതിയാ മതി. നീ സമാധാനായിട്ടിരിക്കടാ. സമാധാനായി. നീ എന്നെ മനസ്സിലാക്കിയ അതിനേക്കാൾ വലിയ സന്തോഷം എനിക്ക് വേറെന്താ ഉള്ളത്? താങ്ക്സ് എ ലോട്ട് മഞ്ജരി. ഇറ്റ്സ് ഓക്കെ മിഥുൻ, നോ പ്രോബ്ലം. ഓക്കെ മഞ്ജരി, യു ടേക്ക് റെസ്റ്റ്. ഐ നീഡ് ടു ടേക്ക് ദിസ് കോൾ. ഓക്കെ, നോ പ്രോബ്ലം. എന്താ നിനക്ക് പറ്റിയത്? നീ നാളെ കത്തി മിഥുനെ ചുട്ടെടുക്കൂന്ന് കരുതിയപ്പോ നീ ഇവിടെ ദേ ഒരു ഫേക്ക് സ്മൈലും കൊടുത്തോണ്ട് മിഥുനെ കൂളാക്കി പറഞ്ഞയച്ചു കളഞ്ഞല്ലോ. ഇത് മഞ്ജരി അല്ലല്ലോ. യെസ് ആന്റി, കുറച്ച് കാര്യങ്ങൾ നടത്തിയെടുക്കാൻ ഇത്തരം സന്ദർഭങ്ങളിലൊന്ന് താന്നു കൊടുക്കണം. അപ്പോ മഞ്ജരി എന്തോ വലിയ പ്ലാനിലാണെന്ന് തോന്നല്ലോ. ആണല്ലോ ഹർഷിണി? എന്തേത്? ഡിവോഴ്സ് പേപ്പേഴ്സ്. ആരുടെ ഡിവോഴ്സ്? മിഥുന്റെയും മേഘനയുടെയും ഡിവോഴ്സ്. തൽക്കാലം ഈ പേപ്പേഴ്സിൽ ഞാൻ മിഥുന്റെയും മേഘനയുടെയും സിഗ്നേച്ചേഴ്സ് വാങ്ങിച്ചു വെക്കും. എന്നിട്ട് ഫ്യൂച്ചറിൽ ഇത് ഞാൻ വജ്രായുധമായി പ്രയോഗിക്കും. അബദ്ധം വെച്ചാൽ നാളെ എന്നെങ്കിലും മിഥുന് മേഘനയുടെ അനുരാഗം വല്ലതും തോന്നിയാൽ അവരെ തമ്മിൽ അകറ്റാൻ എനിക്ക് ഈ പേപ്പേഴ്സ് മാത്രം മതിയാകും. ഇതിലവരുടെ സിഗ്നേച്ചേഴ്സ് വാങ്ങിച്ചെടുക്കണമെങ്കിൽ മിഥുനെ ചെറുതായിട്ടൊന്ന് സോപ്പിട്ട് നിർത്തേണ്ടി വരും. ഇനി മേഘനയുടെ കാര്യം പറഞ്ഞ അവൾ അറിയാതെയാണെങ്കിലും എങ്ങനെയെങ്കിലും ഇതിൽ ഞാൻ സിഗ്നേച്ചേഴ്സ് വാങ്ങിച്ചിരിക്കും. മഞ്ജരി, നീ ഭയങ്കര മിടുക്കിയാണല്ലോ. നിന്റെ ബുദ്ധി ഞാൻ സമ്മതിച്ചു. നാളെ ഇനി സത്യങ്ങൾ അറിയുമ്പോ മേഘന ഇല്ല, പറ്റില്ല, ഇവിടുന്ന് ഞാൻ പോവില്ല, ഈ സ്ഥാനം ഞാൻ ഉപേക്ഷിക്കില്ല എന്നോ മറ്റോ പറഞ്ഞ ഈ പേപ്പേഴ്സ് മതിയാകും മിഥുന്റെ ജീവിതത്തിൽ നിന്നും മേഘനയെ ആട്ടി ഓടിക്കാൻ. ശരിയാണ് ആന്റി, പക്ഷേ എനിക്ക് മറ്റൊരു ടാർഗറ്റും കൂടിയുണ്ട്. അരുണിമ ആന്റിക്ക് ഈയിടെയായിട്ട് മേഘനയോടുള്ള സ്നേഹം കൂടിക്കൂടി വരികയാ. അത് തകർക്കാനും നമ്മളൊരു വഴി കണ്ടെത്തണം. ആ മേഘനയെ ആന്റിയുടെ മനസ്സിൽ നിന്ന് നമ്മൾ തുടച്ചു നീക്കണം. അക്കാര്യത്തിൽ ഞങ്ങൾ നിന്റെ കൂടെ എപ്പോഴും കൂട്ടിനുണ്ടാവും മഞ്ജരി. സത്യം പറഞ്ഞ നീ ചെയ്ത സഹായത്തിന് ഇവിടെയുള്ളത് മുഴുവൻ തന്നാലും മതിയാവില്ല. പിന്നെ ഈ സമ്മാനം ഇതെന്റെ സന്തോഷത്തിന് വേണ്ടി തരുന്നതാ. മേഘന, ഈ നെക്ലസ് എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ഒത്തിരി ഒത്തിരി ഇഷ്ടമായി. പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ എന്താ ഇഷ്ടമായെന്നറിയാമോ? എന്താ അത്? എനിക്കിത് വാങ്ങിച്ചു തരണം നേട്ടന് തോന്നിയില്ലേ? ആ മനസ്സാണ് എനിക്ക് കൂടുതലും ഇഷ്ടമായത്. എനിക്കിത് കഴുത്തിലിട്ടോണ്ട് നടക്കാനുള്ള ഒരു ആഭരണം മാത്രമല്ല, ഏട്ടന്റെ മനസ്സിലൊരു സ്ഥാനമുണ്ടല്ലോ എന്ന് എന്നെ ഓർമ്മിപ്പിക്കുന്നതും ഇത് തന്നെയാ. അതുകൊണ്ട് തന്നെ ഇതെനിക്കൊരു സാധാരണ ഗിഫ്റ്റേ അല്ല, അതുല്യമായൊരു അനുഗ്രഹമാണ്, അപൂർവമായൊരു പാരിതോഷികം, ജീവിതത്തിൽ എന്നെന്നും കാത്തു സൂക്ഷിക്കേണ്ടതായ ഒരു പ്രത്യേക സമ്മാനം.
അത് വിട് മേഘനെ, നിനക്ക് ഇഷ്ടപ്പെട്ടല്ലോ, എനിക്കത് മതി. ഒരു മിനിറ്റ് മേഘനെ. ഉം. ഹലോ, പൂച്ചക്കുട്ടി, ആരായി സംസാരിക്കുന്നേ? നേരം നന്നായിരുന്നെങ്കിൽ നിന്റെ കൈ പിടിച്ച് നടക്കേണ്ടിയിരുന്നവൻ, നിന്റെ കഴുത്തിൽ താലി കെട്ടേണ്ടിയിരുന്നവൻ. ഇപ്പൊ നീ എൻ്റെ കുഞ്ഞിന്റെ അമ്മയാവേണ്ടതായിരുന്നു. നിന്റെ കാമുകൻ ജഗദീഷിനെ മറന്നോ? നീ എന്തിനാ എന്നെ വിളിക്കുന്നേ? ജയിലിൽ നിന്ന് പുറത്തു വന്ന ഉടനെ നിന്നോട് മിണ്ടണമെന്നും നിന്റെ ശബ്ദം ഒന്ന് കേൾക്കണമെന്നും വല്ലാത്തൊരു മോഹം. അപ്പൊ നിനക്കെന്താ പൂച്ചക്കുട്ടി, എന്നോട് ഒരു സ്നേഹവും ഇല്ലാത്ത പോലെ? നീയും ഞാനും തമ്മിൽ വിശേഷം പങ്കുവെക്കാനും സല്ലപിക്കാനും ഒന്നും നമുക്കിടയിൽ ഒന്നുമില്ല. ദയവ് ചെയ്ത് ഫോൺ വെച്ചിട്ട് പോയേ. മേലിൽ എന്റെ ഫോണിൽ വിളിക്കരുത്. ഹലോ 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 പൂച്ചക്കുട്ടി, നിന്നെ ഞാൻ മരിച്ചു പ്രേമിക്കുമ്പോ നീ എന്തിനാ പൂച്ചക്കുട്ടി എന്നെ മാന്തി കീറാൻ വരുന്നേ? വേണ്ട ജഗദീഷ്, ഞാൻ ഇന്ന് മറ്റൊരാളുടെ ഭാര്യയാണ്, മറ്റൊരു കുടുംബത്തിലെ മരുമോള്. നീ എന്നോട് ഇങ്ങനെ ഫോൺ ചെയ്ത് ഇതുപോലെ സംസാരിക്കുന്നത് തന്നെ മോശമാണ്. ദയവ് ചെയ്ത് എന്നെ ഇനി ഒരിക്കലും വിളിക്കരുത്. മേഘനെ, എന്റെ കോള് നീ കട്ട് ചെയ്തല്ലേ? ഫോൺ കട്ട് ചെയ്ത് അത്ര നിസ്സാരമായിട്ട് നിനക്കെന്നെ കട്ട് ചെയ്യാനാവില്ല. നീ എന്നെ ഒഴിവാക്കണമെന്ന് വിചാരിച്ചാലും ഞാൻ നിന്നെ വിടാൻ പോകുന്നില്ല. നിന്നെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ സുന്ദരിയായ ഒരു ഭാര്യയോടൊപ്പം അളവില്ലാത്തത്ര ആസ്തി കിട്ടുമെന്ന് കരുതി. പക്ഷേ ആ രണ്ടും എനിക്ക് നഷ്ടപ്പെടുത്തിയത് ആ മിഥുനാണ്. എന്നെങ്കിലും ഒരിക്കൽ ഞാൻ ആ മിഥുനെ വകവരുത്തിയിട്ട് നിന്നെ എന്റെ സ്വന്തമാക്കും. ആ നിമിഷം വരെ എനിക്ക് ഉറക്കമില്ല. ജഗദീഷ് എന്തിനാ പിന്നെ എന്നെ ശല്യം ചെയ്യുന്നേ? ജയിലിൽ നിന്ന് ഇറങ്ങിയ ഉടനെ എന്നെ എന്തിനാ വിളിച്ചേ? മേഘനെ, മേഘനെ, ഹലോ. നീ ഇത് ഏത് ലോകത്ത് ഞാൻ വിളിച്ചിട്ട് കേൾക്കാതിരിക്കാൻ? എന്തു പറ്റി? ഞാൻ ജഗദീഷിനെ കുറിച്ച് പറഞ്ഞ മിഥുനേട്ടന്റെ മനസ്സിൽ ആവശ്യമില്ലാത്ത സംശയങ്ങൾ ഉണ്ടായാലോ? അതിന്റെ പേരിൽ എന്തിനാ ഒരു തലവേദന? തൽക്കാലം ഇക്കാര്യം ആരോടും പറയണ്ട. മേഘനെ, എന്താ പറ്റിയേ? ഹ, അം, എന്താ മുഖം ഇങ്ങനെ ഇരിക്കുന്നേ? ശരീരം മാത്രമേ ഇവിടെ ഉള്ളൂ, മനസ്സ് മറ്റെവിടെയോ? അങ്ങനെയൊന്നുമില്ല മിഥുനേട്ടാ. ഞാൻ വീട്ടിലെ ഓരോ കാര്യങ്ങള് ആലോചിച്ച് നിന്ന് പോയതാ. അറിയോ? ഓക്കെ, പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ അല്ലേ? എന്നെ നോക്കാൻ മിഥുനേട്ടൻ ഉള്ളിടത്തോളം എനിക്ക് എന്ത് പ്രോബ്ലം ഉണ്ടാവാനേട്ടാ?
ഭാർഗവ പണിക്കർ എന്തിനാണ് അവ വിളിക്കുന്നത്? ആരായിരുന്നുമേ? എത്ര നേരമായി ഫോൺ അടിക്കുന്നു, നീ എന്താ എടുക്കാത്തേ? ഭാർഗവ പണിക്കരാണല്ലോ ഏട്ടാ വിളിക്കുന്നത്. ഇനി ഏത് അപകടത്തെ കുറിച്ചാണ് അവ പറയാൻ പോകുന്നത്? എനിക്ക് പേടിയാവുന്നു. എന്ത് പറഞ്ഞാലും നമ്മൾ കേട്ടല്ലേ പറ്റൂ. നീ ഫോൺ എടുക്ക്. ഹലോ ഹലോ അരുണിമേ, പറഞ്ഞോളൂ ഭാർഗവ പണിക്കരെ. മിഥുന്റെ ജാതകത്തിൽ വീണ്ടും ഒരു അപശ്രുതി കാണുന്നുണ്ട്. അപകടം അടുത്തു വന്നുകൊണ്ടിരിക്കുക. പക്ഷെ അതിന്റെ വ്യാപ്തി എന്താണെന്ന് ഇപ്പൊ പറയാനാവില്ല. ഏത് രൂപത്തിലാണ് വരുന്നതെന്നോ ഏത് സമയത്താണ് വേട്ടയാടുന്നതെന്നോ ഒന്നും തെളിഞ്ഞു കാണുന്നില്ല. അടുത്ത 72 മണിക്കൂറുകൾക്കുള്ളിൽ മിഥുന വകവരുത്താൻ എന്തോ ഒരു അപകടം തയ്യാറെടുക്കുന്നുണ്ടെന്ന് മാത്രം അറിയാം. എല്ലാവരും ഒന്ന് സൂക്ഷിച്ചുകൊള്ളുക. കണ്ണു ചെമ്മുന്ന നേരത്തേക്ക് പോലും ആരിലും ഒരു തരി അശ്രദ്ധ പോലും ഉണ്ടാവാൻ പാടില്ല. ഞാൻ നോക്കിക്കോളാം പണിക്കരെ. മിഥുൻ ഈ 72 മണിക്കൂർ നേരവും മേഘനയുടെ ഒപ്പം തന്നെ ഉണ്ടായിരിക്കണം. ഞാൻ വെക്കുകയാണ് അരുണിമേ. ശരി, ആയിക്കോട്ടെ പണിക്കരെ. മോം, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. മിഥുൻ, ഇപ്പൊ നീ പോവേണ്ടത് അത്യാവശ്യമാണോ? അത്രയ്ക്ക് അത്യാവശ്യമുള്ള കാര്യമൊന്നുമല്ല. എന്തുപറ്റി മോം? അത്യാവശ്യമില്ലാത്ത കാര്യമാണെങ്കിൽ നിനക്കൊന്ന് പോവാതിരുന്നൂടെ? മിഥുനേട്ടൻ പുറത്തേക്ക് പോവാന്നല്ലേ പറഞ്ഞേ? കാറിന്റെ കീ മറന്നു വെച്ചല്ലോ. പുറത്തേക്ക് പോകണ്ടെന്നോ? അതെന്താ മോം? വേറൊന്നുമല്ല മോനെ, അടുത്ത 72 മണിക്കൂറുകൾ കഴിയുന്നത് വരെ നീ മേഘനയുടെ കൂടെ തന്നെ ഇരിക്കുക. മറ്റെങ്ങോട്ടും മാറരുത്.